പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ഡാൻസ് കേട്ടോ. എല്ലാവരും അടിപൊളി ഡാൻസ് കളിച്ചാണ് വരുന്നത് എല്ലാവരും. ഇത് കണ്ടില്ല, സായിപ്പന്മാരൊക്കെ കിടന്ന് കയ്യടിയും കൂവലും ബോളും ഒക്കെ ആയിരുന്നു കേട്ടോ. ശിങ്കാരി വേണം തീർന്നു. ഇങ്ങനെ വേണം എൻജോയ് ചെയ്യാനുള്ളല്ലേ. ഇങ്ങനെ മസിലും പിടിച്ച് കണ്ടില്ലേ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നില്ലേ. ഞാൻ ഈ ഒരു ടീമിന്റെ കൂടെയാണുള്ളത്, വടക്കേ മുക്ക് ടീമിന്റെ. ഇവിടെ ആകെ മൊത്തം ഡാൻസും കൂത്തും ബോളും വേണ്ട. നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്റ്റെപ്പ് വരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, കണ്ടില്ലേ ഞങ്ങൾക്ക് ഈ ഡാൻസിന്റെ പുതിയ സ്റ്റെപ്പുകളൊക്കെ പഠിക്കാം. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാം. ആന തിടമ്പേറ്റുന്ന കാഴ്ചയാണ്. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇപ്പം എഴുന്നള്ളത്ത് പുറപ്പെടാറായി. ഇപ്പം പുറപ്പെടും. എന്തൊക്കെ പറയണം, നമ്മുടെ ഈ നാടൻ കലാരൂപം കാണാൻ ഒരു പ്രത്യേക രസമാണല്ലേ. ഇത് ഇവിടെ മാത്രം കണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത് വേറെ അങ്ങ് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ഐറ്റം. കണ്ടില്ലേ, അടിപൊളി. ഗ്രീൻ ആപ്പിൾ സോഡ, മാംഗോ പാൽ എന്നൊക്കെ പറഞ്ഞ് കടയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാനിപൂരിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തടത്താവിള സുരേഷ് ആനയാണ് ഇവിടെ നിൽക്കുന്നത്. തടത്താവിള സുരേഷ് ഇവിടെ ഒന്ന് കുറിയിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുക. കുറിയിടുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. ഹായ്, നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാമ്പുറത്താണ്. പാമ്പുറം വിഷ്ണു ക്ഷേത്രം. ഇവിടുത്തെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇവിടെ ഉത്സവം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നുകൊണ്ട് തീരുവാണ്. അപ്പോൾ ഈ ഫൈനൽ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ സെലിബ്രേഷൻ നമുക്കൊന്ന് കാണാം. അപ്പം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അവിടെ ഒരുപാട് കെട്ടുകാഴ്ചയും സംഭവമൊക്കെ അവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിന് ഫ്രണ്ടിലോട്ട് അടുത്ത ജംഗ്ഷൻ വരെയും ഇതേ സംഭവങ്ങൾ ഇടവിട്ടുണ്ട്. കെട്ടുകാഴ്ച എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരു 4:35 ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. ഇവിടെ നിന്ന് പുറപ്പെടാനൊക്കെ ഉള്ള എല്ലാം സെറ്റാവും. അപ്പോഴത്തേക്ക് നമുക്ക് ഫുൾ കാഴ്ചയും കാണാം. കണ്ടില്ലേ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് നേരെ പോകുന്നതാണ് അമ്പലം. ഇവിടെ പോകുന്ന വഴിക്ക് ബട്ടർ സ്കോച്ച്, ഗ്രീൻ ആപ്പിൾ സോഡ, മാംഗോ പാൽ എന്നൊക്കെ പറഞ്ഞ് കടയിൽ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മിക്കവാറുമൊക്കെ ഈ സർബത്തും ഐറ്റംസൊക്കെ എല്ലായിടത്തും ഉത്സവത്തിനും ഫേമസ് ആണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ മസാല ചാറ്റ് മിക്കവാറും ഉള്ള എല്ലാ ഉത്സവത്തിനും കാണുന്ന ഐറ്റമാണ്. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഫ്രണ്ട് വ്യൂ സായിപ്പന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവരൊക്കെ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടും ആനയെ കാണാൻ വേണ്ടിയാണ്. ആനേനെ കണ്ടില്ലേ, ഫോറിനേഴ്സ് ഒരുപാടായിട്ട് എത്തുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ കേരള ഫെസ്റ്റിവൽ. ഈ മൈക്കിന്റെ സൗണ്ട് കേട്ട് ചെവിയൊക്കെ പൊത്തിപ്പോവുക. നമ്മുടെ ഉത്സവം കാണാൻ, കണ്ടില്ലേ, കേരളത്തിലെ ഉത്സവം കാണാൻ ഫോറിനേഴ്സ് വരെ എത്തുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഒരു ഉത്സവകാലം ഈ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ മൊത്തം ആഘോഷമാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിൽ കഴിഞ്ഞാൽ അടുത്ത അമ്പലം, അങ്ങനെ ഫുൾ ആഘോഷമല്ലേ. മുറുക്ക് കണ്ടിട്ട് എന്തുവാണെന്നൊക്കെ ചോദിച്ചു. വാട്ട് ഈസ് ദിസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുറുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞു. അത് എന്തുവാണെന്ന് അറിയാം. കഴിക്കും. ഇവര് ആ മുറുക്ക് വാങ്ങുന്ന അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടില്ലേ, ഇപ്പൊ വാങ്ങുന്നില്ല, ഞാൻ തിരിച്ചു വരുമ്പോ വാങ്ങാം എന്ന് മാന്യമായിട്ട് പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ കണ്ടില്ലേ, ഗാനമേള ഇത് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഗാനമേള തടത്താവിള സുരേഷ് എന്ന് പറയുന്ന ആനയാണിത്. കണ്ടല്ലേ, അപ്പം ആനേനെ അകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറ്റി ഇവിടെ നിന്ന് റെഡിയാക്കിയിട്ട് ഇനിയിപ്പം തിടമ്പേറ്റ്
അതിന് മുന്നോടിയായിട്ട് കൊണ്ടുപോയി ഒരുക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് അകത്തോട്ട്. നമുക്ക് പുറകിലായിട്ട് മറ്റേ പൂക്കാവടി അങ്ങനത്തെ ഐറ്റമൊക്കെ വന്നോണ്ടിരിക്കും. പൂക്കാവടി അല്ല, മറ്റേ ഞാൻ ഇപ്പൊ അതിന്റെ തന്നെ വേറൊരു സംഭവം ഉണ്ടല്ലേ. ആ എഴുന്നള്ളത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇപ്പൊ ഉടൻ തന്നെ ഇത് പുറപ്പെടും. പിള്ളേരെല്ലാം ഒരേ കളർ ഡ്രസ്സാണ്, കൊച്ചു കുട്ടികളാണ്. ഇത് കൊള്ളാമല്ലേ, നമ്മുടെ തെയ്യത്തിന്റെ തന്നെ പുതിയൊരു മോഡൽ. തെയ്യം അടിപൊളിയാട്ടോ, രണ്ട് തെയ്യം. ഹായ്, ഇത് കൊള്ളാമല്ലേ പുറകിൽ വരുന്നത്, കിടിലം. എന്തുവാടി, താറാവല്ലല്ലേ, അരയന്നം പോലെ, അരയന്നത്തിന്റെ വേറൊരു സംഭവം. ഇതിന്റെ തല കേട്ടോ ഇവിടെ. ഈ ഐറ്റം ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന സംഭവം. ഇതിവിടെയെങ്കിലും ഇതുവരെയും അമ്പലത്തിൽ വന്നിട്ടില്ല. അല്ല, അത് മുട്ടയുടെ ഇരിക്കുന്നുണ്ടാവും. ഈ പുള്ളി കാലി അഴിച്ചിട്ടിരിക്കുകയാണോ എന്തോ അല്ലേ, കണ്ടില്ലേ. ഇതിന്റെ അകത്തിരിക്കുന്നവരെ കണ്ട, ഇതുവഴിയാണ് വാതില്, കണ്ട. ഈ വാതില് വഴി ഇങ്ങനെ ഇവര് രണ്ടുപേര് സംസാരിക്കുന്ന കണ്ടില്ലേ. സംഭവം കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ ആ വാതില് തുറന്നവർക്ക് സംസാരിക്കാം. പൊളിയാട്ടോ, ഇവിടെ നല്ല വൈബ് നിൽക്കാം. ഫുള്ള് എഴുന്നള്ളത്തും എല്ലാം ആയിട്ട് അടിപൊളി, കിടിലം വൈബ് കേട്ടോ ഇവിടെ നിൽക്കാനേ, ഒരു രക്ഷയില്ല.
അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. നല്ല കയ്യടിയായിരുന്നു.